കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് 1 വിഷയത്തിലേക്ക് വിദ്യാർത്ഥികളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ റെഫർ ചെയ്യുന്ന പുസ്തകം ഓർഡർ ചെയ്തേക്കുന്നത് ഡോക്ടർ ജയനും ഡോക്ടർ സോണിയുമാണ്. എന്താണ് കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്? ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യലാണോ, അതോ ഫിനാൻഷ്യൽ പെർഫോമൻസ് വിലയിരുത്തുന്ന രീതിയാണോ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് അവലംബിക്കുക? അതേപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ പോളിസീസും GAAP, GAAP പോലുള്ള അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ആ രാജ്യത്തിലെ ആവശ്യമായിട്ടുള്ള അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നിയമവശങ്ങളും പാലിക്കുന്നതാണോ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ്? ഇത് സ്ഥാപനത്തിലെ ടോപ്പ് ലീഡേഴ്സിനെ, സീനിയർ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽസിനെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിൽ സഹായിക്കുമോ? ഇവയൊക്കെ നമുക്ക് പരിശോധിക്കാം. അക്കൗണ്ടിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം നമ്മൾക്കറിയാം, സാമ്പത്തിക ഇടപാടുകളുടെ ഒരു ചിട്ടയായ രേഖ സൂക്ഷിക്കുക എന്നതാണ്. ഇത് മൊത്തത്തിലുള്ള ബിസിനസ്സിനെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നതിന് ബിസിനസ്സിൻ്റെ ഓണേഴ്സിനെ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ്. എവിടെയാണ് ചെലവ് കൂടുതലുള്ളത്, എന്തുമാത്രം വരുമാനം നമ്മൾക്ക് ലഭിച്ചു, എന്തുമാത്രം നഷ്ടമുണ്ടായി, എന്തുമാത്രം അനാവശ്യ ചെലവുകളാണ് നമുക്കുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വിലയിരുത്താനായിട്ട് സാധിക്കുന്നു. ഇപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ പഠിച്ചവർക്ക് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അതിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് നെറ്റ് ഏർണിങ്സ് എന്ന് പറയും, അല്ലെങ്കിൽ വെറും ഏർണിങ്സ് എന്ന് പറയും. ദാറ്റ്സ് ഓൾസോ കോൾഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അനലിസ്റ്റുകളും ഒക്കെ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സൊക്കെ നോക്കുക. 1 is a profit and loss account, which is also known as the income statement. രണ്ടാമത്തേത് is the balance sheet, and third is the cash flow statement. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. കോർപ്പറേറ്റ് അക്കൗണ്ട് കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും, സ്ഥാപനത്തിൻ്റെ ബാലൻസ് ഷീറ്റ് ചെക്ക് ചെയ്യാൻ സാധിക്കും, അതേപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഇവാലുവേഷൻ അനാലിസിസ് പല റേഷ്യോസൊക്കെ വെച്ചുകൊണ്ടും അല്ലെങ്കിൽ സിമ്പിൾ കാൽക്കുലേഷൻസ് വെച്ചുകൊണ്ട് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള ബിരുദധാരികളായിക്കോട്ടെ, മാസ്റ്റേഴ്സ് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ MBA ഫിനാൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് ഈ മേഖലയിൽ അപ്പാർട്ട് ഫ്രം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആൻഡ് ദോസ് ഹു ഹോൾഡ് റിലേറ്റഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അക്കൗണ്ടിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് 1 is to record the information accurately. കറക്റ്റായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഒന്ന് റെക്കോർഡ് ചെയ്യുക. 2 അതിൽ നിന്ന് ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുക, അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുക. ആ റിപ്പോർട്ടുകൾ സ്ഥാപനത്തിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡിസിഷൻ എടുക്കുന്ന വ്യക്തികൾ, അത് സ്ഥാപനത്തിൻ്റെ ഓണേഴ്സ് ആയിക്കോട്ടെ, അല്ലെ ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, പ്രൊമോട്ടേഴ്സ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, പ്രൈവറ്റ് എക്വിറ്റി ഓണേഴ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥാവിശേഷമാണ് ഈ പ്രൈമറി ഒബ്ജക്റ്റീവിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഒരു കമ്പനി എന്നാൽ എന്ത്? ഒരു കമ്പനിക്ക് ഒരു നിയമസാധുതയുണ്ട്. It is a legal entity, and therefore it is anything that is arising pertaining to a company or transaction or anything that is related to a commercial transaction or anything that has got to do with the company has got legal validity. കമ്പനീസ് ആക്ട് 1956 പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തെ
കമ്പനി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അതേപോലെ തന്നെ കമ്പനിയുടെ വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ഒരു സ്ഥാപനം ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു കോമൺ സീലിലാണ്. പല സീൽ ഒരു സ്ഥാപനത്തിൻ്റെ ബാധകമല്ല. അപ്പോൾ കമ്പനീസിനെ നമുക്ക് മോഡ് ഓഫ് രജിസ്ട്രേഷനെ ബേസ് ചെയ്ത്, നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ലയബിലിറ്റീസ് ഓഫ് മെമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ആദ്യമേ മോഡ് ഓഫ് രജിസ്ട്രേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. സ്റ്റാറ്റ്യൂട്ടറി കമ്പനീസ്, രജിസ്റ്റേർഡ് കമ്പനീസ്, ചാർട്ടേഡ് കമ്പനീസ്. ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയുന്നത്, സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമം എന്നാണ്. ഇപ്പോൾ ഒരു കേന്ദ്ര സർക്കാരിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ ഒരു പ്രത്യേക അനുശാസന പ്രകാരം ഉരുവാകുന്ന ഒരു കമ്പനിയെ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്ന് പറയാം. ഉദാഹരണത്തിന് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. വേറൊന്ന് ഒരു സംസ്ഥാനത്തിലെ ഒരു സ്റ്റേറ്റ് ബാങ്ക്. അടുത്തത് രജിസ്റ്റേർഡ് കമ്പനീസാണ്. കമ്പനീസ് ആക്ട് 1956 രജിസ്റ്റർ ചെയ്തേക്കുന്നതെല്ലാം കമ്പനിയാണെന്ന് നമ്മൾ കണ്ടു. കമ്പനീസ് ആക്ട് 2013 എന്ന് പറയുമ്പോൾ പല അമെൻഡ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്, പല ഭേദഗതികൾ വന്നതിൻ്റെ പുറത്താണ് അതിനുശേഷമുള്ളൊരു വർഷം കോട്ട് ചെയ്യുന്നത്. അപ്പോൾ 2013 വരെ, അതായത് കമ്പനീസ് ആക്ട് 2013 വരെ രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്ഥാപനങ്ങൾ, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തേക്കുന്ന സ്ഥാപനങ്ങൾ രജിസ്റ്റേർഡ് കമ്പനീസ് എന്നാണ് പറയുക. ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് അല്ലെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് മുതലായവ. ചാർട്ടേർഡ് കമ്പനീസ് എന്ന് പറയുന്നത് ഇത് ഇപ്പോൾ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടേം അല്ല. ഇത് കൊളോണിയൽ ഇറായിൽ, അതായത് ബ്രിട്ടീഷ് രാജ് ഉണ്ടായിരുന്ന അവസ്ഥയിൽ ബ്രിട്ടീഷ് രാജാവിൻ്റെയോ രാജ്ഞിയുടെ അനുശാസന പ്രകാരം രൂപപ്പെടുന്ന ഒരു സ്ഥാപനത്തെയാണ് ചാർട്ടേർഡ് കമ്പനി എന്ന് പറയുന്നത്. 1600-കളിൽ 16-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അങ്ങനെ ഉരുവായ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എ ചാർട്ടേർഡ് കമ്പനി. അടുത്തത് കമ്പനിയുടെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് മെമ്പേഴ്സാണ്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം പ്രൈവറ്റ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സ്ഥാപനത്തെ കുറഞ്ഞത് 2 അംഗങ്ങളേലും ഉണ്ടായിരിക്കണം മെമ്പേഴ്സായിട്ട് സ്ഥാപനത്തിൻ്റെ. ഇതിൽ എംപ്ലോയീസും എക്സ് എംപ്ലോയീസും ഒന്നും ഉൾപ്പെടുകയില്ല. മാക്സിമം 200 മെമ്പേഴ്സ് വരെ ആകാം. ഈ സ്ഥാപനത്തെ പ്രൈവറ്റ് സ്ഥാപനമായിട്ട് നമ്മൾക്ക് വിശേഷിപ്പിക്കാം. ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് പബ്ലിക്കിൽ നിന്ന് അവരുടെ ഷെയർസ് വാങ്ങിക്കാനോ അവരുടെ ബോണ്ട്സ് വാങ്ങിക്കാനോ ഒന്നും ക്ഷണിക്കാനായിട്ട് സാധിക്കുകയില്ല. അടുത്തത് പബ്ലിക് കമ്പനിയാണ്. പ്രൈവറ്റ് കമ്പനി അല്ലാതെ ഉള്ള ഒരു സ്ഥാപനത്തെ പബ്ലിക് കമ്പനി എന്ന് വിശേഷിപ്പിക്കാം. അതായത് കമ്പനീസ് ആക്ട് 2013 ശേഷം ഒരു ഭേദഗതി വന്നിട്ടുണ്ട്, കമ്പനീസ് ആക്ട് 2015. അപ്പോൾ അത് പ്രകാരം ഒരു സ്ഥാപനം പബ്ലിക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം ഉപയോഗിച്ച്, ആ മാനദണ്ഡം ഫോളോ ചെയ്ത് രജിസ്റ്റർ ആവുന്ന ഒരു സ്ഥാപനത്തെ പബ്ലിക് കമ്പനി എന്ന് പറയാം. പബ്ലിക് കമ്പനിക്ക് ഷെയർ ഹോൾഡർ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ 1% കമ്പനിയാണ്. തീർച്ചയായിട്ടും ഒരു വ്യക്തി മാത്രമായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ സിറ്റിസന്, ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയായിട്ടിരിക്കാനായിട്ട് സാധിക്കും. അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്യപ്പെടുക. അടുത്തത് ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. ഒന്നാമത്തേത് കമ്പനീസ് ലിമിറ്റഡ് ബൈ ഷെയർസ് ആണ്. ഒരു ഷെയർ ഹോൾഡർ പർച്ചേസ് ചെയ്ത് ഓൺ ചെയ്ത ഷെയർസിന് അനുപാതമായിട്ടുള്ള ലയബിലിറ്റിയെ ഇവിടെ സ്ഥാപനത്തിനുള്ളൂ. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ കമ്പനീസ് ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് കമ്പനീസ് ആക്ട് പ്രകാരം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ എന്താണ് മെൻഷൻ ചെയ്തേക്കുന്നത്, അതായത് ലയബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മെൻഷൻ ചെയ്തേക്കുന്നത്, ആ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കും ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതായിട്ട് വരിക. അടുത്തത് കമ്പനീസ് വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് ബിസിനസ് കൺഗ്ലോമറേറ്റ്സ് അല്ലെന്നുണ്ടെങ്കിൽ ബിഗ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സസ് ആണ്. ഇവയിലുള്ള, അതായത് ആ സ്ഥാപനത്തിൻ്റെ ബസ്സിന്
അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിരിക്കും. ലിസ്റ്റിങ്ങിനെ ബേസ് ചെയ്യുന്നിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ നാട്ടിൽ പ്രശസ്തമായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് NSEയും BSEയുമാണ്. അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനത്തെ ലിസ്റ്റഡ് കമ്പനി ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് പറയുന്നു. ലിസ്റ്റഡ് അല്ലാത്തൊരു സ്ഥാപനത്തെ അൺലിസ്റ്റഡ് കമ്പനി. ഇതുകൂടാണ്ട് മറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒരു കമ്പനിയെ പറ്റി പറയുമ്പോൾ അതൊരു സ്മോൾ കമ്പനിയാണ്, മീഡിയം സ്കെയിൽ എൻ്റർപ്രൈസ് ആണ്, ലാർജ് കമ്പനിയാണ്, ഫോറിൻ ഫേം ആണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്, സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയാണ് എന്നൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻ അതർ കാറ്റഗറീസിൽ ഉൾപ്പെടുന്നു. ഇതിനുശേഷം നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് ഷെയർ ക്യാപിറ്റലിനെ പറ്റിയാണ്. അത് നമ്മൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം.